അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്കിതിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു റെസിപ്രോക്കേറ്റിങ്ങിൻ്റെ നമ്മൾ ഇതുവരെ പഠിക്കുന്നുള്ളൂ. മൾട്ടി സിലിണ്ടർ, 3 സിലിണ്ടർ, 4 സിലിണ്ടർ എഞ്ചിനിലേക്ക് പോകുന്നില്ല, അതിനുള്ള സമയമില്ല. അപ്പോൾ നമുക്ക് ഈ 2 സിലിണ്ടർ ഒരു റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനിലെ പ്രോബ്ലം, ഒരു ടിപ്പിക്കൽ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൽ ഓൾമോസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ ലെക്ചറിൽ ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നായിരുന്നു, നിങ്ങളത് സോൾവ് ചെയ്ത് വെച്ചു, കുറച്ച് പേര് വെച്ചു. അപ്പോൾ അതിൽ കുറച്ച് ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ വരാം, കാര്യം ഞാനത് സോൾവ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു എല്ലാം കൂടെ ജനറലൈസ് ചെയ്ത് ഒറ്റ ക്വസ്റ്റ്യനിലൊക്കെ പറയുകയാണ്, കാര്യം എന്തൊക്കെയായിരിക്കും ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് മോഡലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ടത്, അപ്പോൾ ഇത് എന്നുള്ള രീതിയിൽ മാക്സിമം ഡേറ്റാസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനാണ്. അൺകപ്പിൾഡ് ലോക്കോമോട്ടീവ്, നമുക്ക് ഇൻസൈഡ് സിലിണ്ടർ എഞ്ചിനോ ഔട്ട്സൈഡ് സിലിണ്ടർ എഞ്ചിൻ, ഈ രണ്ടെണ്ണം പറയാം. അപ്പോൾ ഇതിൽ ഇൻസൈഡാണോ ഔട്ട്സൈഡാണോ 2 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ 2 സിലിണ്ടർ ലോക്കോമോട്ടീവാണ്. അപ്പോൾ അത് വെച്ചിട്ട് 2 സിലിണ്ടർ എഞ്ചിൻ ലോക്കോമോട്ടീവ് വെച്ചിട്ട് ഉള്ള പ്രോബ്ലംസാണിത്. അപ്പോൾ ഇത് നോക്കിയോ, ഇത് എന്തൊക്കെയാണെന്നുള്ളത്. ദ ഫോളോയിങ് ഡേറ്റ റെഫേഴ്സ് ടു എ 2 സിലിണ്ടർ അൺകപ്പിൾഡ് ലോക്കോമോട്ടീവ്. അപ്പം ഒരു 2 സിലിണ്ടറാണ് അൺകപ്പിൾഡ് ലോക്കോമോട്ടീവ്. ദാറ്റ് മീൻസ് 2 വീലിൽ മാത്രമേ പവർ ഡയറക്റ്റ് കൊടുക്കുന്നുള്ളൂ. ദ റൊട്ടേറ്റിംഗ് മാസ് പെർ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത് 300 കിലോഗ്രാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്നുള്ളത് റൊട്ടേറ്റിംഗ് മാസാണ്. റൊട്ടേറ്റിംഗ് മാസ് നമ്മൾ നോർമലി എടുക്കുന്നത് എങ്ങനെയാണ്, MR ആണ് അല്ലേ, M ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ. M ഈസ് ഈക്വൽ ടു 300 കിലോഗ്രാം എന്ന് പറഞ്ഞെടുത്തു. ദ റെസിപ്രോക്കേറ്റിംഗ് മാസ് പെർ സിലിണ്ടർ എന്ന് പറയുന്നത് 330. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറയുമ്പോൾ M_R ഈസ് ഈക്വൽ ടു 330 കിലോഗ്രാമാണ് എടുത്തു. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വീൽസ്, അപ്പോൾ വീൽസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 1.5 മീറ്ററാണ്. നമുക്ക് ബാലൻസിങ്ങിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ വേണ്ട സാധനങ്ങളാണ്, അത് അപ്പോഴും വരയ്ക്കാം. പിന്നെ അടുത്തതുള്ളതെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വീൽസ് 1.5 മീറ്റർ. നമുക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ എടുക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സിലിണ്ടേഴ്സ് ഓർ പിച്ച് ഓഫ് ദി സിലിണ്ടർ എന്ന് പറയുന്നത്, അതായത് സിലിണ്ടേഴ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അത് 2 ഡിസ്റ്റൻസുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സാധനമാണ്. അത് രണ്ടും നമുക്ക് ആ ഡിസ്റ്റൻസ് ഫിഗർ വരയ്ക്കുമ്പോൾ എടുക്കാം. ക്രാങ്ക് റേഡിയസ് സ്മാൾ ലെറ്റർ R ആണ് അല്ലേ. സ്മാൾ ലെറ്റർ R ഈസ് ഈക്വൽ ടു ഇത്രയാകുമ്പോൾ 0.325 മീറ്റർ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സ്മാൾ ലെറ്റർ R കിട്ടി. ഇനി അടുത്ത് പറയുന്നത് എന്താ, ദ റേഡിയസ് ഓഫ് ദി സെൻറ്റർ ഓഫ് ബാലൻസിങ് മാസ്. ബാലൻസിങ് മാസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മാൾ ലെറ്റർ B ആയിട്ടാണ് നമ്മൾ 0.65 മീറ്റർ എന്ന് നമുക്ക് എടുത്തെഴുതാനായിട്ട് പറ്റും. ലോക്കോമോട്ടീവ് സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 2 രീതിയിൽ പറയാം. എഞ്ചിൻ സ്പീഡും പറയാം, ലോക്കോമോട്ടീവ് സ്പീഡും പറയാം. ലോക്കോമോട്ടീവ് സ്പീഡ് ക്യാപിറ്റൽ ലെറ്റർ V ഈസ് ഈക്വൽ ടു 60 km/h എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ km/h നമുക്ക് m/s ആക്കാൻ എന്ത് ചെയ്യണം, × 60 × 5/18 ചെയ്താൽ മതി. നിങ്ങൾക്കത് ചെയ്യുമ്പോഴത്തേക്ക് 16.6 m/s ആണ് അവിടുത്തെ ലോക്കോമോട്ടീവിൻ്റെ വെലോസിറ്റി എന്ന് കേട്ടോ. അതായത് വീലിൻ്റെ വെലോസിറ്റിയാണത്, എഞ്ചിൻ സ്പീഡല്ല. പിന്നെ അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ സിലിണ്ടർ ക്രാങ്ക് 90 ഡിഗ്രി. അതായത് സിലിണ്ടറിൻ്റെയും ക്രാങ്കിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. നമുക്ക് 90 ഡിഗ്രി അതല്ലെങ്കിൽ നിങ്ങൾ 2 സിലിണ്ടർ എഞ്ചിൻ 90 ഡിഗ്രി എടുത്തങ്ങ് വരച്ചാൽ മതി. ദ ഡെഡ് ലോഡ് ഓൺ ഈച്ച് വീൽ, നമ്മൾ ഒരു പ്രഷർ പറഞ്ഞിട്ടുണ്ട്. വീലിൽ വരുന്ന ഡെഡ് ലോഡ് എന്ന് പറയുന്നത് 40 kN ആണ്. അപ്പോൾ 40 × 10⁻³ ന്യൂട്ടൺ എന്നാണ് അവിടുത്തെ പ്രഷർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനിയാണ് ബാക്കി ഡിറ്റർമിൻ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പം വലിയൊരു ക്വസ്റ്റ്യനാണ്, ആലോചിച്ചോളണം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഡിറ്റർമിൻ ഒന്നാമത്തത് ക്വസ്റ്റ്യനിൽ എന്താ വായിച്ച് മനസ്സിലാക്കാനുള്ള പരിപാടി. ദ ബാലൻസിംഗ് മാസ് റിക്വയർഡ് ഇൻ ദ പ്ലെയിൻ ഓഫ് ഡ്രൈവിംഗ് വീൽസ്. അതായത് ഡ്രൈവിംഗ് വീൽസിൻ്റെ പ്ലെയിനിലാണ് നമ്മൾ ബാലൻസിംഗ് മാസ് കൊടുക്കുന്നത്. ദ ഹോൾ ഓഫ് ദി റിവോൾവിംഗ് ആൻഡ് 2/3 ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് മാസ്. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മാസിൻ്റെ ഫ്രാക്ഷൻ ടു ബി ബാലൻസ് നമ്മൾ C ഇട്ട് ഡിനോട്ട് ചെയ്യും, അതിവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2/3. ഫ്രാക്ഷൻ ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മാസ് ടു ബി ബാലൻസ്ഡ് എന്ന് പറയുന്നത് 2/3 ആണ്. അടുത്ത സെയിം കപ്പിൾ കണ്ടുപിടിക്കാൻ അറിയാം. CS നമ്മൾ കണ്ടുപിടിക്കണം, ഇക്വേഷൻ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദ വേരിയേഷൻ ഇൻ ട്രാക്റ്റീവ് ഫോഴ്സ്, ദാറ്റ് ഈസ് Ft_max, അത് കണ്ടുപിടിക്കണം. ആൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം പ്രഷർ ഓൺ വീൽസ്. അതായത് പ്രഷർ ഓൺ വീൽസ് നമുക്ക് അറിയാം, മാക്സിമം പ്രഷറും മിനിമം പ്രഷറും നമ്മൾ ഹാമർ ബ്ലോ നോക്കിയാൽ മതി. ഇത് രണ്ടും ഹാമർ ബ്ലോയിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ലെക്ചർ നമ്പർ 5 അല്ലെങ്കിൽ പാർട്ട് നമ്പർ 10 നമ്മൾ ഹാമർ ബ്ലോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അല്ല 11 നമ്മൾ ഹാമർ ബ്ലോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 11 അല്ല 11 കഴിഞ്ഞല്ലോ, 12, 13, 14 അപ്പോൾ ഹാമർ ബ്ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാമർ ബ്ലോയുടെ കേസിൽ മാക്സിമം പ്രഷറും മിനിമം പ്രഷറും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, മാക്സിമം പ്രഷർ മിനിമം പ്രഷർ ഇക്വേഷൻസൊക്കെ അപ്പോൾ എഴുതാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ഒരു ഇതുവരെ ഉള്ള സാധനമാണ്. അതായത് നമുക്ക് ഇതിനെ ബാലൻസിങ് മാസ് സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബാലൻസിങ് മാസിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആ രീതിയിൽ അതങ്ങ് ചെയ്തു കൊടുത്താൽ മതി. അപ്പം ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ബാലൻസിങ് മാസ് ഞാൻ ഒന്നുകൂടെ ഇത് വരയ്ക്കുകയാണ്, വെറുതെ ആണെങ്കിലും ഒന്നുകൂടെ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഒരു റെസിപ്രോക്കേറ്റിംഗ് മാസ് ഉണ്ട്, അതല്ലേ, ഇതാണ് നമ്മുടെ അവിടുത്തെ റെസിപ്രോക്കേറ്റിംഗ് മാസ് എന്ന് പറയുന്നത്. അത് MR ആണ്. ഇത് നമ്മുടെ കണക്റ്റിംഗ് റോഡാണ്, ഇത് നമ്മുടെ ക്രാങ്കാണ്. ഇവിടെയാണ് നമ്മൾ ബാലൻസിങ് മാസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇവിടെയാണ് നമ്മുടെ ബാലൻസിങ് മാസ് ബി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ റേഡിയസ് സ്മാൾ ലെറ്റർ ബി. തീറ്റയാണ് ആംഗിൾ ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റൊട്ടേറ്റ്, ഇവിടെ പ്യുവറായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് എം ആയിട്ടാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ടോട്ടൽ മാസ് ടു ബി ബാലൻസ്ഡ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഇക്വലൻ്റ് മാസ് ഓഫ് റൊട്ടേറ്റിംഗ് പാർട്ടും പിന്നെ അടുത്ത ബാലൻസ്ഡ് മാസ് പെർ സിലിണ്ടറുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നമുക്ക് വേണ്ടത് മാസ് പെർ സിലിണ്ടർ എത്ര വെച്ചെടുക്കും, ടോട്ടൽ മാസ് ടു ബി ബാലൻസ്ഡ്, അതായത് ദ മാസ് ടു ബി ബാലൻസ്ഡ് പെർ സിലിണ്ടറാണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാസ് ടു ബി ബാലൻസ്ഡ് പെർ സിലിണ്ടർ, മാസ് ടു ബി ബാലൻസ്ഡ് പെർ സിലിണ്ടർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, M1 ഇട്ട് ഡിനോട്ട് ചെയ്തു. MR അതായത് CMR പ്ലസ് എം എന്ന് പറയുന്ന സാധനം. ഈ CMR എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് പാർട്ട്, ദിസ് ഈസ് ദ റെസിപ്രോക്കേറ്റിംഗ് മാസ് ടു ബി ബാലൻസ്ഡ് ആൻഡ് ദിസ് ഈസ് ദ പ്യുവർ റൊട്ടേറ്റിംഗ് മാസ് ടു ബി ബാലൻസ്ഡ്. അപ്പോൾ ഇത് രണ്ടുമാണ് കാര്യം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. C എന്ന് പറയുന്നത് 2/3 ആണെന്ന് തന്നിട്ടുണ്ട്. MR എന്ന് പറയുന്നത് നോക്കിയാൽ മതി. MR 330 ആണ്. അപ്പോൾ നമുക്ക് MR 330 എടുക്കാം, M 300 എടുക്കാം. C എന്ന് പറയുന്നത് 2/3, C is equal to 2/3 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് എടുക്കുകയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 2/3 × 330 പ്ലസ് എന്ത് കിട്ടും, 300 കിട്ടും. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 520 കിലോഗ്രാം. ഇതിന് നമുക്ക് ചെയ്യുമ്പം 520 കിലോഗ്രാം കിട്ടി. അപ്പോൾ M കിട്ടി. ഇനി അപ്പോൾ നമുക്ക് ബാലൻസിങ് മാസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാണ് ബാലൻസ് ചെയ്യാനുള്ളത്. ഈ M1 എന്ന് പറയുന്ന ടോട്ടൽ മാസിനെ നമുക്ക് ബാലൻസ് ചെയ്യണം. അത് ഇത്ര പോർഷൻ മാത്രമേ റെസിപ്രോക്കേറ്റിംഗ് ഉള്ളൂ, ഇത്രയും പോർഷൻ എന്താണ്, റൊട്ടേറ്റിംഗ് ആണ്. ഇനി ഇതൊരു പ്ലെയിൻ ഡയഗ്രാം നമുക്ക് ഫസ്റ്റ് വരയ്ക്കാം. പ്ലെയിൻ ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു സിലിണ്ടർ 2 സിലിണ്ടറാണ്. അപ്പോൾ ഇൻസൈഡ് സിലിണ്ടർ ലോക്കോമോട്ടീവായിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും സിലിണ്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഔട്ട് സൈഡിൽ ഡ്രൈവിംഗ് വീൽസ് വരും, അതായത് ഇവിടെ വീല്, ഇവിടെ എന്താണ് വീല് വരും അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാ മാസുകളുണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട സിലിണ്ടറിൻ്റെ മാസുകളാണ്, സിലിണ്ടർ മാസുകളാണ് 520. അതായത് ഇപ്പോൾ ഇത് A എന്ന് പറയുന്ന മാസ്, ഇത് B എന്ന് പറയുന്ന മാസ്, ഇത് C എന്ന് പറയുന്ന മാസ്, ഇത് D എന്ന് പറയുന്ന മാസ്. 4 പ്ലെയിൻസ്. ഈ 4 പ്ലെയിൻസിലുള്ള ഇതെടുക്കുമ്പോഴത്തേക്ക് എവിടെയാണ് നമ്മൾ ഈ M1 കൊടുക്കുന്നത്, സിലിണ്ടേഴ്സിലാണ്. അപ്പോൾ ഇതൊരു ഇൻസൈഡ് സിലിണ്ടർ എഞ്ചിനാണ്. ഔട്ട് സൈഡ് സിലിണ്ടർ എഞ്ചിനും വരാം, സിലിണ്ടർ എഞ്ചിനാണ്. ഔട്ട് സൈഡ് സിലിണ്ടർ ആണെങ്കിൽ ഈ ബിയും സി പുറത്തുള്ളത് സിലിണ്ടേഴ്സ് ആയിരിക്കണേ, അകത്തുണ്ടായിരുന്നത് എന്തായനെ വീൽസ് ആയനെ, ഡ്രൈവിംഗ് വീൽസ് ആയനെ. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയൊക്കെയാണ് കൊടുക്കാനുള്ളത്, സിലിണ്ടേഴ്സിലൊക്കെയാണ് ഈ മാസ് കൊടുക്കാനുള്ളത്. അപ്പോൾ M1 എന്ന് പറയുന്ന മാസ് ഇവിടെ എന്താണ്, MBയുടെ വാല്യൂ എന്ന് പറയുന്നത് 520 കിലോഗ്രാം ആവും. ഇവിടെ MCയുടെ വാല്യൂ എന്ന് പറയുന്നത് 520 കിലോഗ്രാമും, ബാക്കിയല്ല. അപ്പോൾ ഇത് റെഫറൻസ് പ്ലെയിൻ ആക്കി മാറ്റിച്ചു. നമുക്ക് MA അറിഞ്ഞുകൂടാ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, MD. ഇത് രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വരും, MA MD. അപ്പോൾ ഇത് റെഫറൻസ് പ്ലെയിൻ ആയിട്ട് MA ആക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസുകൾ വേണം. അപ്പോൾ ഈ ഡിസ്റ്റൻസുകൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കിയോ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നേരത്തെ പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ നോക്കിയോ, ഈ ഡിസ്റ്റൻസ് ഏതാ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വീൽസ്, അതായത് ഡ്രൈവിംഗ് വീൽസ് എന്ന് പറയുന്നത് എത്രയാണ്, ഡ്രൈവിംഗ് വീൽസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. അപ്പോൾ 1.5 മീറ്റർ ആണ് ഡ്രൈവിംഗ് വീൽസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡ്രൈവിംഗ് വീൽസ്, അതായത് ഇവിടുത്തെ ഡ്രൈവിംഗ് വീൽസ് നമ്മൾ എങ്ങനെയാണ് എടുത്തേക്കുന്നത്, ഇത് രണ്ടുമാണ് അല്ലേ. ഈ വീലിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 1.5 ആണ്. പിന്നെ നമുക്ക് വേണ്ടത് സിലിണ്ടർ സെൻറ്റേഴ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ സിലിണ്ടർ സെൻറ്റേഴ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സിലിണ്ടർ സെൻറ്റേഴ്സ് എവിടെയാണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റേഡിയസ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സിലിണ്ടേഴ്സ് ഓർ പിച്ച് ഓഫ് ദ സിലിണ്ടർ, രണ്ട് രീതിയിലും പറയാം. അത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 600 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 600 mm എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്, സിലിണ്ടേഴ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 0.6 എന്ന് പറഞ്ഞെടുക്കാം. മൊത്തത്തിൽ 1.5 ആണെന്ന് നമുക്കറിയാമല്ലോ. മൊത്തത്തിൽ 1.5 ആണെങ്കിൽ 0.6 പോയിട്ട് ബാക്കി ഇവിടെ എത്രയുണ്ട്, 0.45, ഇവിടെ 0.45. അപ്പോൾ 0.45 0.45 0.9 വരും. 0.9 പ്ലസ് 1.6 ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഇത് കിട്ടും. ഇനി നമുക്ക് വേണ്ട റെഫറൻസ് പ്ലെയിനിൽ നിന്ന് ഓരോന്നിലേക്കുള്ള ഡിസ്റ്റൻസുകളും കൂടെ എഴുതി വയ്ക്കുക. ഇതാണ് റെഫറൻസ് പ്ലെയിൻ. നമുക്ക് ഇൻസൈഡ് സിലിണ്ടർ ആയതുകൊണ്ട് ഇത് പുറത്ത് വന്നു 2 എണ്ണം, അല്ലെങ്കിൽ ഇത് അകത്ത് വന്നു. അകത്ത് വരുമ്പോൾ ഇവിടെ ആയിരിക്കും റെഫറൻസ് പ്ലെയിൻ വരുന്നത്, ഇവിടെ പുറത്താണ് റെഫറൻസ് പ്ലെയിൻ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് മാസിലേക്കുള്ളത് പോസിറ്റീവ് തന്നെയാണ്, റൈറ്റ് സൈഡിലോട്ടുള്ള എല്ലാം പോസിറ്റീവ് എടുത്തുകൊണ്ട് പോസിറ്റീവ് പ്ലസ് 0.45. ഇവിടെ നിന്ന് സെക്കൻഡിലേക്കുള്ളത് എന്ന് പറയുന്നത് എന്താണ്, പ്ലസ് 0.45ൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടുക, 6 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്ലസ് 1.05.
ഇനി നെക്സ്റ്റ് ഇവിടെ നിന്ന് മൂന്നാമത്തേലേക്കുള്ള ലെന്ത് എന്ന് പറയുന്നത് നമുക്ക് എടുക്കുമ്പോൾ 0.45 ഇതെല്ലാം കൂടെ കൂട്ടുന്നത്, അതായത് ഇത്ര വരും 1.5 പ്ലസ് 1.5 മീറ്റർ. 3 റെഫറൻസ് പ്ലെയിനിലേക്കുള്ള ലെന്തുകളുമായി. നമ്മൾ റൈറ്റ് സൈഡിൽ എന്തും കൂടെ വരച്ച് നോക്കുക, ഇതിൻ്റെ ആംഗിൾ ഡയഗ്രാം. ക്രാങ്കുകളെല്ലാം 90 ഡിഗ്രിയാണ്. പിന്നെ ബി എം സി ആണ് സിലിണ്ടേഴ്സ്. അപ്പോൾ അതിനിടയ്ക്ക് ആംഗിൾ ബി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ എടുത്തു കഴിഞ്ഞാൽ സി എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു വെർട്ടിക്കൽ വരയ്ക്കും. കാര്യം ഇതിനിടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇനി ഉള്ളതെന്ന് പറയുന്നത്, ഇനി എനിക്ക് ഇവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിനെ ബാലൻസ് ചെയ്യുക. ബാലൻസിങ് നിങ്ങൾക്ക് അറിയാം, ഇത് ഭയങ്കര പണിയുള്ള പരിപാടിയല്ല. നമ്മൾ കൂടുതലും അതിന് ശേഷം വരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഞാൻ ബാലൻസ് ചെയ്യുന്നത് പറയുന്നില്ല, കാര്യം ഇത് കൂടുതൽ ലെന്തി ആയി പോകും വീഡിയോ എന്ന് പറയുന്നത്. കാര്യം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്ന് അറിയാം. നമുക്ക് എം എയും കിട്ടും എം ഡിയും കിട്ടും. അപ്പോൾ എം എ എം ഡി നിങ്ങൾക്ക് കിട്ടി എന്ന് വെക്കുക. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സാധാ ബാലൻസ് ചെയ്യുന്ന കഴിഞ്ഞ ക്വസ്റ്റ്യൻ, അതായത് ഇനി ഇത് കണ്ടിട്ട് ഡൗട്ടുള്ളവർ ഇത് ബാലൻസ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടാന്ന് പറയരുത്. പാർട്ട് 11 നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്. അപ്പം ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 2 മാസസ് കിട്ടും അല്ലേ. മാസസും അതിൻ്റെ ആംഗുലാർ പൊസിഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നമുക്ക് കിട്ടുന്ന മാസ് എത്രയാണ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കി പരിപാടികളൊക്കെ നോക്കുന്നത്. നമുക്കിവിടെ കിട്ടുന്ന മാസ് ഞാനിപ്പം നിങ്ങൾ ചെയ്തു നോക്കിയാൽ ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എം എ എന്ന് പറയുന്ന മാസ്, അതായത് എം എ എന്ന് പറയുന്ന മാസ് എനിക്കിപ്പോൾ 200 കിലോഗ്രാം ആയിട്ട് കിട്ടിയെന്ന് നോക്കുക. എം എ എന്ന് പറയുന്നത് ഞാൻ ബാലൻസ് ചെയ്തു. ആഫ്റ്റർ ബാലൻസിങ് എം എ ഈസ് ഈക്വൽ ടു 200 എന്ന് കിട്ടി. അപ്പോൾ എം ഡി എന്ന് പറയുന്ന മാസം അത് തന്നെ ആയിരിക്കും. എം ഡി എന്ന് പറയുന്ന മാസം 200 തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. 2 ഈക്വൽ മാസസ് വരും. അപ്പോൾ എം എ എം ഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ദ സ്വേയിങ് കപ്പിൾ. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്വേയിങ് കപ്പിൾ. ഇനി ഈ എം എ എം ഡി സ്വേയിങ് കപ്പിൾ എന്ന് പറയുന്ന സാധനം, സ്വേയിങ് കപ്പിൾ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സ്വേയിങ് കപ്പിൾ വേണം, ട്രാക്റ്റീവ് ഫോഴ്സ് ഇത് വേണം, മാക്സിമം മിനിമം പ്രഷർ വേണം. പിന്നെ ഞാൻ ഈ പേജിലേക്ക് മടക്കി വരുന്നില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. ഹാമർ ബ്ലോയിൽ നമ്മൾ എത്ര വെലോസിറ്റി വരെ എന്ത് ചെയ്യുക, അത് ലിഫ്റ്റ് ചെയ്യാതെ, അത് മാക്സിമം സ്പീഡ് ഓഫ് ലോക്കോമോട്ടീവ് വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ വീൽസ്, അതും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കണം, ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വേണ്ടത് സ്വേയിങ് കപ്പിളാണ്. അപ്പോൾ സ്വേയിങ് കപ്പിൾ എഴുതുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇത്ര മാത്രം ആലോചിക്കുക. സ്വേയിങ് കപ്പിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, സി എസ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് a/√2 ഇൻറ്റു 1 - c ഇൻറ്റു എം ഒമേഗ സ്ക്വയർ ആർ. എന്തൊക്കെ ഇല്ല എന്ന് നോക്കിയാൽ മതി. എ എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറഞ്ഞാൽ 2 സിലിണ്ടേഴ്സിനിടയ്ക്കുള്ള ലെന്താണ്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒരു സിലിണ്ടറുണ്ട്, ഇവിടെ ഒരു സിലിണ്ടറുണ്ട്. ആ സിലിണ്ടേഴ്സിനിടയ്ക്കുള്ള ലെന്താണ് നമുക്ക് എന്തായിട്ട് വേണ്ടത്, എ വേണ്ടത്. ആ ലെന്തും ഇവിടെ ഉള്ള അൺബാലൻസ്ഡ് ഫോഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ കപ്പിൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ സ്വേയിങ് കപ്പിളിൻ്റെ പാർട്ടിലും പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് സ്വേയിങ് കപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നറിയാം, നമുക്ക് എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, അതായത് സിലിണ്ടേഴ്സ് ഇവിടെ നോക്കിയാലും മതി, സിലിണ്ടേഴ്സിൻ്റെയിടയ്ക്കുള്ള 0.6 ആണ്. അപ്പോൾ 0.6 മീറ്ററാണ് എ എന്ന് പറയുന്നത്, അവിടെ തീർന്നു. നെക്സ്റ്റ് സി ഫ്രാക്ഷൻ ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മാസ് ടു ബി ബാലൻസ്ഡ്, ദാറ്റ് ഈസ് 2/3. എം എന്ന് പറയുന്നത് അവിടുത്തെ എം ആർ ആണല്ലേ. എം ആർ എന്ന് പറയുന്നത് എത്രയാണ്, അതായത് എം ആർ എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പാർട്ടാണ്, എം ആറിൻ്റെ വാല്യൂ എത്രയാണ്. അപ്പോൾ എം ആർ ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 330 കിലോഗ്രാം ആണ് എം ആർ എന്ന് പറയുന്നത്, നമുക്കതറിയാം. ഒമേഗ പിന്നെ റേഡിയസ് ഓഫ് ദി ക്രാങ്ക്, അപ്പോൾ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി ക്രാങ്ക് ആണ്. റേഡിയസ് ഓഫ് ദി ക്രാങ്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുമല്ലോ. നമ്മളിവിടെ എഴുതിയിട്ടില്ലെങ്കിൽ, ഇവിടെ 3 സ്ഥലത്ത് എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് 3 റേഡിയസ് അറിയാം. റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ റേഡിയസ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, അതായത് നോക്കി, അതായത് ഇത് റേഡിയസ് ഓഫ് ദി ബാലൻസിങ് മാസസ്. അപ്പോൾ ഇത് 0.65 ഇതും 0.65 ആണ് ബാലൻസിങ് മാസസ്. അതായത് ബാലൻസിങ് മാസിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇത് 0.65 ഇത് 0.65. ഇനി ഇത് ക്രാങ്കിൻ്റെ റേഡിയസാണ്. ക്രാങ്കിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ ക്രാങ്കിൻ്റെ റേഡിയസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ആദ്യം എഴുതിയതാണ് ക്രാങ്ക് റേഡിയസ്. ഇത് ക്രാങ്ക് റേഡിയസ് ഈസ് ഈക്വൽ ടു 0.325. അപ്പോൾ ക്രാങ്ക് റേഡിയസ് ഇവിടെ 0.325 ആണ്, ഇവിടെയും 0.325 ആണ്. അപ്പോൾ നമുക്കിവിടെ റേഡിയസ് ഓഫ് ദി ക്രാങ്ക് ആണ് വേണ്ടത്. അപ്പോൾ പോയിൻ്റ് എന്താണ് 325 ആയിരിക്കും റേഡിയസ്. ഇനി നമുക്ക് എന്താ അറിയണം,
ഒമേഗയിലാണ് ഇവിടുത്തെ ഫസ്റ്റ് ട്വിസ്റ്റ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന സാധനമാണ് ഇത് വെലോസിറ്റി ഓഫ് ദി ലോക്കോമോട്ടീവ്. വെലോസിറ്റി ഓഫ് ദി ലോക്കോമോട്ടീവ് എന്ന് പറഞ്ഞാൽ വീല് വെച്ച് എടുത്താൽ മതി. വീലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി ലോക്കോമോട്ടീവ് 16.6 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദി ലോക്കോമോട്ടീവ് 16.6 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ V ഈസ് ഈക്വൾ ടു നമുക്കറിയാവുന്ന സാധനം ക്യാപിറ്റൽ ലെറ്റർ R ഇൻറ്റു ഒമേഗ, വേറെ ഒമേഗ ഈസ് ഈക്വൾ ടു നമുക്ക് എന്തറിയാം V ബൈ ക്യാപിറ്റൽ ലെറ്റർ R. ദാറ്റ് ഈസ് 16.6 ബൈ റേഡിയസ് ഓഫ് ദി വീൽ എന്ന് പറയുന്നതാണ് അവിടുത്തെ വേണ്ടത്. റേഡിയസ് ഓഫ് ദി വീലാണ് എടുക്കേണ്ടത്, റേഡിയസ് ഓഫ് ദി ക്രാങ്ക് അല്ല. കാര്യം എന്താ, ലോക്കോമോട്ടീവിൻ്റെ വെലോസിറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ പറയുന്നത് ദ വെലോസിറ്റി ഓഫ് ദി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത് R ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ക്രാങ്കിൻ്റെ റേഡിയസ് ആണ്. അവിടുത്തെ റേഡിയസ് സ്മാൾ R ആണ്, പക്ഷേ ഇത് ക്യാപിറ്റൽ R ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ദി വീൽ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവണം. റേഡിയസ് ഓഫ് ദി വീൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എവിടെയോ ഉണ്ട്. ഡയമീറ്റർ ഓഫ് ദി വീൽ എന്ന് പറഞ്ഞായിരിക്കും തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ വായിച്ചപ്പോഴത്തേക്കും ഉണ്ടാടാ. റേഡിയസ് ഓഫ് സെൻറ്റർ ഓഫ് ബാലൻസ് മാസ് ആണ്. റേഡിയസ് ഓഫ് വീൽസ് ആണ്. ഡെഡ് ലോഡ്, സിലിണ്ടർ ക്രാങ്ക്, ഡയമീറ്റർ ഓഫ് ഡ്രൈവിംഗ് വീൽസ് 1.8 ഡയമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എത്ര വരും, 0.9 വരും അല്ലേ. അപ്പോൾ 0.9 ആണ് റേഡിയസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒമേഗയും കണ്ടുപിടിക്കാം. ഇത്രയും സാധനങ്ങൾ മാത്രം പോരെ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അവിടെ ഒരു ആൻസർ ഉണ്ടാവും. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സ്വയം കപ്പിൾ എനിക്ക് തോന്നുന്നു 5.2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്, കിലോ ന്യൂട്ടറാണ്. ന്യൂട്ടണിലാക്കുമ്പം 5000 സംതിങ് വരുമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത സ്വയം കപ്പിൾ കഴിഞ്ഞാൽ അടുത്ത നമുക്ക് മൂന്നാമത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ആൻഡ് മിനിമം പ്രഷർ ഓൺ ട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. വേരിയേഷൻ ഇൻ ട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ FT ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ ഇതാണ്, ±√2 ഇൻറ്റു 1 - C ഇൻറ്റു MR ഒമേഗ സ്ക്വയർ R. ഇതിലൊന്നും ചെയ്യാനില്ല, കാര്യം MR ഉണ്ട്, ഒമേഗ സ്ക്വയർ ഉണ്ട്, R ഉണ്ട്, എല്ലാം ഉണ്ട്. എടുത്തിട്ട് കൊടുത്താൽ മാത്രം മതി, ഫൈനൽ ആൻസർ ആവും. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ന്യൂട്ടണിലോ എഴുതുക. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു സാധനം വേണ്ടതെന്ന് പറയുന്നത് മാക്സിമം ആൻഡ് മിനിമം പ്രഷർ ഓൺ റെയിൽസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന മാക്സിമം ആൻഡ് മിനിമം പ്രഷർ ഓൺ റെയിൽസ്. നമുക്ക് അടുത്ത സാധനം വേണ്ടതെന്ന് നോക്കിയോ. മൂന്നാമത്തത് മാക്സിമം ആൻഡ് മിനിമം പ്രഷർ ഓൺ റെയിൽസ്. അപ്പോൾ മാക്സിമം ആൻഡ് മിനിമം പ്രഷർ ഓൺ റെയിൽസിൽ നമ്മൾ വേണ്ട ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, മാക്സിമം പ്രഷർ ഈസ് ഈക്വൽ ടു P പ്ലസ് ഹാമർ ബ്ലോ, അതായത് B ഒമേഗ സ്ക്വയർ B. ഇതിനെയാണ് നമ്മൾ ഹാമർ ബ്ലോ എന്ന് പറയുന്ന ടൈം. ഇനി അടുത്ത മിനിമം പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, P മൈനസ് B ഒമേഗ സ്ക്വയർ B. ഇത് രണ്ടും നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് വേണ്ട എന്താ, P തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്. P എന്ന് പറയുന്നത് എത്രയാണ്, 40 ഉണ്ട്. ഇപ്പോൾ P ഈസ് ഈക്വൽ ടു നമുക്ക് എടുത്ത് എഴുതാം 40 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ ആണെന്നറിയാം. ഈ ക്യാപിറ്റൽ B ഒമേഗ നമുക്കറിയാം. ഒമേഗ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, V/R ഇട്ട്. പിന്നെ സ്മാൾ ലെറ്റർ B റേഡിയസ് ഓഫ് ദി എന്താണ്, ബാലൻസിങ് മാസ് ആണ് അല്ലേ. റേഡിയസ് ഓഫ് ദി ബാലൻസിങ് മാസ് എന്ന് പറയുന്ന സാധനവും ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതായത് ബാലൻസിങ് മാസിൻ്റെ 0.65. ഇപ്പോൾ 0.65 അല്ലേ, ക്വസ്റ്റ്യനിൽ നമുക്ക് ബാലൻസിങ് മാസിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വേണ്ടത് ക്യാപിറ്റൽ B ആണ്. ഈ ക്യാപിറ്റൽ Bക്ക് ഒരു പ്രത്യേകമുണ്ട്. ഇത് റെസിപ്രോക്കേറ്റിംഗ് മാസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസിങ് മാസാണ്. അപ്പോൾ ഈ റെസിപ്രോക്കേറ്റിംഗ് മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസിങ് മാസ് വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഉള്ള ബാലൻസിങ് മാസ് എന്ന് പറയുന്നത് MA ഈസ് ഈക്വൽ ടു MD ഈസ് ഈക്വൽ ടു 200 കിലോഗ്രാം ആണെന്നാണ് നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ കിട്ടിയത്. പക്ഷേ ഈ MA MD എവിടെ നിന്നാണ് കിട്ടിയത്, M1 നിന്നാണ് കിട്ടിയത്. ഈ M1 എന്തൊക്കെയുണ്ട്, CMR പ്ലസ് MO എന്ന് പറയുന്നതാണ് M1 എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ റെസിപ്രോക്കേറ്റിംഗ് പാർട്ടും ഇതെന്ന് പറയുന്നത് അവിടുത്തെ റൊട്ടേറ്റിംഗ് പാർട്ടുമാണ്. ഈ റെസിപ്രോക്കേറ്റിംഗ് പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസിങ് മാസാണ് ക്യാപിറ്റൽ ലെറ്റർ B. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ ലെറ്റർ B മാത്രം ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. കാര്യം നമുക്ക് കിട്ടിയ ഈ M1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള MA MD എന്ന് പറയുന്ന 200 കിലോഗ്രാം, അതിൽ റെസിപ്രോക്കേറ്റിംഗ് ഉണ്ട്, റൊട്ടേറ്റിംഗ് ഉണ്ട്. നമുക്ക് വേണ്ടത് ഈ റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് മാത്രമാണ്. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നമുക്കുള്ള MAയിൽ നിന്ന് ഈ ടോട്ടൽ മാസിൽ എത്ര പെർസെൻറ്റേജാണ് B വരുന്നത് അതുകൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിപ്പം 100% M1, അതിൽ B ഇപ്പോൾ 20% എന്ന് കിട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കുന്ന ബാലൻസിങ് മാസിലെ 20% മാത്രമായിരിക്കും നമ്മുടെ B എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ B ഈസ് ഈക്വൽ ടു MA ഇൻറ്റു നമുക്ക് എത്ര പെർസെൻറ്റേജ്, ഈ ടോട്ടൽ മാസിൽ എത്ര പെർസെൻറ്റേജാണ് B, അതായത് റെസിപ്രോക്കേറ്റിംഗ് വരുന്നതെന്ന് അറിയാൻ C ഇൻറ്റു
MR/M1 ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? C/MR/M1 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഈ ടോട്ടൽ മാസിൻ്റെ എത്ര പെർസെൻറ്റേജാണ് റെസിപ്രോക്കേറ്റിംഗ്, അതിനെ നമ്മൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ കിട്ടിയ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് ബാലൻസിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് മാത്രം കിട്ടും. അപ്പോൾ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ balancing mass for reciprocating part only. അതായത് റെസിപ്രോക്കേറ്റിംഗ് പാർട്ടിന് മാത്രമായിട്ടുള്ള ബാലൻസിങ് മാസാണ്. ഇനിയിപ്പോൾ നോക്കിയേ, ബാലൻസിങ് മാസ് ഫോർ റൊട്ടേറ്റിംഗ് പാർട്ട് ഉള്ളി ആണെങ്കിലാണ് ബാലൻസിങ് മാസ് ഫോർ റൊട്ടേറ്റിംഗ് പാർട്ട് ഉള്ളി ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെയും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. റൊട്ടേറ്റിംഗ് പാർട്ടിനുള്ളത് സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ടോട്ടൽ മാസിനെ MAA അല്ലെങ്കിൽ MDA നമ്മൾ ഇതിൻ്റെ പെർസെൻറ്റേജ് ഉണ്ട്, അതായത് റൊട്ടേറ്റിങ്ങിൻ്റെ പെർസെൻറ്റേജ്, അതായത് നമുക്ക് എന്ത് വരും? M/M1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അത്രയും കിലോഗ്രാമാണ് അവിടുത്തെ ഇത് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വാല്യൂസ് എല്ലാം ഉണ്ടല്ലോ. MA 200 എന്ന് പറയുന്ന സാധനമുണ്ട്, പിന്നെ അടുത്ത C എന്ന് പറയുന്ന 2/3 എന്ന് പറയുന്നുണ്ട്, MR റെസിപ്രോക്കേറ്റിംഗ് മാസാണ് 330 ഉണ്ട്, /M1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് 520 നമ്മൾ കണ്ടുപിടിച്ചു. അവിടെ ചെയ്യുമ്പോൾ ആൻസർ എനിക്ക് തോന്നുന്നു 86 കിലോഗ്രാം എന്ന് വരും, 86 പോയിൻറ്റ് സംതിങ് കിലോഗ്രാം എന്ന് വരും. അപ്പോൾ 86 കിലോഗ്രാം അത് കിട്ടിയ ഇതിലെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ രണ്ട് സാധനങ്ങളും കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഇനി അടുത്ത ഹാമർ ബ്ലോ ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ ഹാമർ ബ്ലോ എന്ന് പറയുന്നത് സാധനം എന്താണ്? B/2 ആണ്, അത് നമുക്ക് കിട്ടും. പിന്നെ മിനിമം അടുത്ത ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? P/B ആണ്. അത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പാർട്ട് 12 14 പറഞ്ഞതാണ് ഹാമർ ബ്ലോയുടെ കൂട്ടത്തിൽ. അപ്പോൾ ω നമുക്കറിയാം, B അറിയാം, സ്മാൾട്ടർ B അറിയാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതൊരു ഇത് ഭയങ്കര ലെന്ത് ചെയ്യേ പോവും. ഇതൊരു മറ്റേ നമ്മുടെ ബാലൻസിങ് കൂടെ ഇതിൽ ഇതിൻ്റെ ബാലൻസിങ് കൂടെ ഇതിൽ കയറ്റി കഴിഞ്ഞാൽ ആ ബാലൻസിങ് ആലോചിച്ചോളണം. ഇതിനെ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ രണ്ട് വാല്യൂസ് എങ്ങനെ കിട്ടുന്നതെന്നുള്ളത് കൂടെ കയറ്റി കഴിഞ്ഞാൽ ഭയങ്കര ലെന്തായിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ അത് മാറ്റിക്കഴിഞ്ഞാൽ കാര്യം അത് സെപ്പറേറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളാകുമ്പം ഇപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് ഇത്രയും പഠിച്ചാൽ മതി. ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുക റെസിപ്രോക്കേറ്റിംഗ്. ഇനി നമ്മൾ ബാലൻസിങ് ഓഫ് V എഞ്ചിൻ എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്, അതിൻ്റെ ഡെറിവേഷൻ 2 പ്രോബ്ലംസ് അതാണ് ഇനി അതിൽ നോക്കാനുള്ളത്.